ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 16 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഉത്തരങ്ങൾ റിവീൽ ചെയ്യുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: രാത്രി 12 മണി മുതൽ സൂര്യോദയം വരെയുള്ള സമയത്തിന് പറയുന്ന ഒരു പദം എന്ത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതിന്റെ ഉത്തരം പ്രഭാതയാമം എന്നുള്ളതാണ് കേട്ടോ. പുറപ്പാട് 14:24 ഉത്തരം കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു വാക്യത്തിൽ ആദ്യത്തേത് എന്നർത്ഥം വരുന്ന ഒരു വാക്ക് 5 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, വാക്ക് ഏത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ആൻസർ കടിഞ്ഞൂൽ. പുറപ്പാട് 13:15 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: തടവ് മുറി എന്നർത്ഥമുള്ള ഒരു പദം, അതിന്റെ ഉത്തരം കുണ്ടറ എന്നുള്ളതാണ്. പുറപ്പാട് 12:29 അതിന്റെ റെഫറൻസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: യഹോവ മിസ്രൈമിന്റെ മധ്യേ കൂടെ പോകുന്നത് എപ്പോൾ എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം അർദ്ധരാത്രി. ഓക്കെ, അർദ്ധരാത്രി. പുറപ്പാട് 11:4 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യേശു ഉച്ചരിച്ച ഒരു പേരിനകത്ത് ഒരു പ്രവാചകന്റെയും ഒരു ശിഷ്യന്റെ മറുപേരുമുണ്ട്, പേരെന്ത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ബെർയോന ഷീമോൻ. മത്തായി 16:17 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ പ്രവാചകന്റെ പേരെന്ന് പറയുന്നത് യോന, അതുപോലെ ശിഷ്യന്റെ മറുപേരെന്ന് പറഞ്ഞിരിക്കുന്നത് പത്രോസിന്റെ മറുപേരായ ഷീമോൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഉത്തരം പറയാം: ബെറിയോന ഷീമോൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 5 ഉത്തരങ്ങൾ. ശരിയായിട്ട് ഉത്തരം അയച്ചവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. തെറ്റിപ്പോയൊരു വിഷമിക്കേണ്ട, ഇനിയും നിങ്ങളെ കാത്ത ഒത്തിരി അവസരങ്ങളുണ്ട്. അപ്പോൾ അടുത്ത പോർഷൻസ് പറയുന്നു. അടുത്ത ചോദ്യം വരുന്നത് പുറപ്പാട് 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും മത്തായി 17-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും. അപ്പോൾ ഈ അധ്യായങ്ങൾ നന്നായിട്ട് വായിച്ച് തയ്യാറായിരുന്നോളൂ. അടുത്ത ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye.